KSRTCയുടെ പുതിയ തുടക്കം KSRTC സംഘടിപ്പിക്കുന്ന എക്സ്പോയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ KSRTC വിവിധ ശ്രേണികളിൽ പുറത്തിറക്കുന്ന ഒരു ദിനമാണ്. നാളെ 21-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വാഹനങ്ങളെല്ലാം ഫ്ലാഗ് ഓഫ് ചെയ്യണം. 150 വണ്ടിയോളം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തുടക്കമായിട്ട് ഞങ്ങളൊരു പ്രോഗ്രാമാണ് ഇത്. ഓർമ്മ എക്സ്പ്രസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിൽ നമ്മളിവിടെ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ സംവിധായകൻ, മലയാളിയുടെ അഭിമാനമായ ശ്രീ പ്രിയദർശൻ, മലയാള സിനിമയിലെ ഏറ്റവും മുതിർന്ന നടൻ, ഹാസ്യത്തിലും വളരെ സീരിയസ് ആയിട്ട് രംഗങ്ങളും തിളങ്ങിയ ശ്രീ മണിയമ്പള രാജു, അവർ രണ്ടുമാണ് നമ്മളൊപ്പം ഉള്ളത്. അവരുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് നമ്മൾ ഈ ഒരു യാത്രയിൽ. പഠിക്കുന്ന കാലത്ത് തിരുവനന്തപുരം സിറ്റിയിൽ ടൗണിൽ പഠിച്ചവരാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും മറ്റെവിടെയുള്ള ബസ് അനുഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. KSRTCയുമായിട്ടുള്ള ബന്ധമാണ്. KSRTC പഠിക്കുന്ന കാലം മുതൽ ബസ്സിലാണ് പോകുന്നത്. പൂജപ്പുരയിൽ നിന്ന് ഒരു യൂണിവേഴ്സിറ്റി കോളേജിൽ പോകണം. സ്റ്റുഡൻസ് വണ്ടിയാണ്. ഇപ്പൊ സ്റ്റുഡൻസ് വണ്ടി ഇല്ല അല്ലേ? ഇല്ല, സ്റ്റുഡൻസ് വണ്ടി ഇല്ല. അന്ന് ലേഡീസ് വണ്ടി, സ്റ്റുഡൻസ് വണ്ടിയൊക്കെ ഉണ്ടായിരുന്ന കാലമാണ്. പക്ഷെ നമുക്ക് താല്പര്യം ബസ്സിനകത്ത് കയറാനല്ല, ബസ്സിന്റെ ഫുട്ബോർഡിൽ നിൽക്കാനാണ് താല്പര്യം. ഫുട്ബോർഡിൽ എങ്ങനെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ചിന്ത. പക്ഷെ അന്നത്തെ ഭയങ്കര രസമായ കാര്യങ്ങൾ, എനിക്ക് 2-3 കാര്യങ്ങൾ പറയാന്ന് വെച്ചാല്, ചെങ്ങന്നൂർ ജംഗ്ഷനിൽ നിന്ന് ഞാൻ കയറും. അതേ വണ്ടിയിൽ പൂജപ്പുര ജംഗ്ഷനിൽ നിന്ന് ഒരാൾ കയറും, ഇന്നത്തെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. അവരെല്ലാം MG കോളേജ്, നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജാണ്. ഈ ബസ്സിനകത്ത് പല കാര്യങ്ങൾ കൊണ്ടും, അതായത് പെൺകുട്ടികൾക്ക് സീറ്റ് മാറി കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള അന്നത്തെ പ്രായത്തിന്റെ കുറെ കളികളുണ്ടല്ലോ. ആ സമയത്ത് ചില ശത്രുത, 2 ഗ്യാങ്ങായി, 4-5 ഗ്യാങ്ങായി, മാരിവാനിസ് MG ഒരു ഗ്യാങ്ങായി, യൂണിവേഴ്സിറ്റി കോളേജ് ഒരു ഗ്യാങ്ങായി. ഒറ്റ വണ്ടിയേ ഉള്ളൂ, സ്റ്റുഡൻസ് വണ്ടി. അപ്പൊ ഇങ്ങനെ ഇതൊരു ഭയങ്കര രസമാണ്. വൈകുന്നേരം വരുന്ന സമയത്ത് ഒരിക്കൽ ഞാൻ ചെറിയൊരു തകരാറുണ്ടായി. അത് എന്താന്ന് വെച്ചാൽ, യൂണിവേഴ്സിറ്റി കോളേജിൽ അതേ വണ്ടിയിൽ ഞങ്ങൾ കയറണമല്ലോ, ഇവൻ ഡബിൾ അടിച്ചു കളയും. വണ്ടി അടിച്ച് യൂണിവേഴ്സിറ്റി കോളേജിൽ അവൻ ഡബിൾ അടിച്ചിട്ട് വണ്ടി നിർത്തൂല്ലേ കോളേജിന്റെ മുമ്പിൽ. പിന്നെ കോളേജിന്റെ ബെഞ്ചിൽ നിന്ന് ചാടി കയറാൻ ശ്രമിക്കണം. അപ്പോഴെന്താണ് ഇവർ ചെയ്യുന്നത് വെച്ചാൽ, ഇവര് ഫുട്ബോൾ നിറഞ്ഞങ്ങ് നിൽക്കും. അപ്പൊ പിന്നെ മറ്റുള്ളവർക്ക് ചാടി കയറാൻ പറ്റില്ല. സോ ശരിക്കും പറഞ്ഞാൽ എന്താണ് പറയുന്നത്, ബസ് യാത്ര ഒരു രസം തന്നെയായിരുന്നു ആ കാലത്ത്. ബസ് യാത്രയാണ് പ്രധാന ഒരു ചടങ്ങ്. രാവിലെയും വൈകിട്ടും അതൊരു ത്രില്ലാണ്. KSRTC ബസ്സിൽ എനിക്കൊരു അനുഭവം ഉണ്ട് ഗണേശനായിട്ട്. ചെപ്പ് എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ചെയ്യുന്ന കാലത്ത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇവിടെയൊക്കെ നമ്മൾ അന്നത്തെ കാലത്ത് ബസ് കാത്തു നിൽക്കാന്ന് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. ചെന്നൈയിൽ കറക്റ്റ് സമയത്ത് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ബസ് വരും. ആ സമയത്ത് നമ്മൾ ഈ സെക്കൻഡ് ഷോയ്ക്ക് കഴിഞ്ഞിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കറക്റ്റ് ബസ് വരുമ്പം ഗണേശൻ പറയുന്നത്, ഇങ്ങനെ വേണം ബസ് സർവീസ് എന്ന് വെച്ചാൽ. അങ്ങനെ ആക്കിയിട്ടുണ്ടോ ഇവിടെ? ഇവിടെ ഇപ്പൊ കറക്റ്റ് സമയത്ത് വരുന്നുണ്ട്, കറക്റ്റ് സമയത്ത് പുറപ്പെടുന്നുണ്ട്. ഈ ട്രാഫിക്കിന്റെ പ്രശ്നമൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ അവർ കറക്റ്റ് സമയത്താണ് സ്റ്റാർട്ട്. നിർബന്ധമായിട്ടും കറക്റ്റ് സമയത്ത് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പരമാവധി അവർ പാലിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്ക് ചെലവ് ആപ്പ് എന്നൊരു ആപ്പുണ്ട്, KSRTC ചെലവ് ആപ്പ്. അത് മൊബൈലിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി വരുന്ന കാണാം, ഇത്ര സെക്കൻഡിനുള്ളിൽ ഇത്ര മിനിറ്റിനുള്ളിൽ വണ്ടി വരുമെന്ന് കാണിക്കും. അപ്പം അതിലേക്ക് മാറിയാൽ മതി. ഇതിന്റെ ഒരു ഡിജിറ്റലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ അതിലേക്ക് മാറി കഴിഞ്ഞു. നമുക്കറിയാം, താമസിക്കില്ല. അത് പറയാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് നമ്മളൊക്കെ ബസ് യാത്രക്കാരാണല്ലോ. തീർച്ചയായിട്ടും ആ സമയത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം ബസ് കാത്തുനിൽപ്പായിരുന്നു. പക്ഷെ കാത്തുനിൽപ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. കാത്തുനിൽപ്പ് ഒഴിവാക്കാം. വീട്ടിൽ നിന്ന് അപ്പോൾ ഇറങ്ങിയാൽ മതി. നമ്മൾ എത്ര സമയം കൊണ്ട് വീട്ടിൽ നിന്ന് സ്റ്റോപ്പിലെത്താന്ന് കാണാതെ. അങ്ങനെ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഫുട്ബോളിലാണെന്ന് തിരക്ക്. അകത്ത് ആളില്ല. അകത്താള് വളരെ കുറവാണ്. ഫുട്ബോളിലാണ് നിൽക്കുന്നത്. ഓടുന്ന ബസ്സിൽ ചാടി കയറുക, ഇതൊരു പഴയ വിനോദമാണ്. അതെ, ഇന്നൊക്കെ ഭയമാവും അങ്ങനെ ചെയ്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. അളിയന്റെ അനുഭവം എന്താണ്? തിരുവനന്തപുരത്തല്ലേ താമസിച്ചു? ഞാൻ തയ്ക്കാറാണ് താമസം. അപ്പം ബെല്ലടിച്ചിട്ട് പോയാൽ അത്ര അടുത്തായിരുന്നു മോഡൽ സ്കൂള്. അപ്പോൾ അങ്ങനെ അടുത്ത് കോളേജിലായപ്പോഴും നടന്നു തന്നെ പോകാനുള്ള അടുപ്പമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ആംഗ്ലോ ഇന്ത്യൻ ഫാമിലി താമസമുണ്ട്. അതിലൊരു പെൺകുട്ടിയെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ബാക്കിൽ വരുമോ? അവർ ബസ് കയറുന്നത് സെൻറ്റ് ജോസഫ് സ്കൂളില്ലേ, ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്ന് കയറുന്നത്. അപ്പോൾ അതുവരെ സൈക്കിൾ വരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ സൈക്കിൾ വാടകയ്ക്ക് എടുത്തതിൻ്റെ പുറകെ പോയി ടൈം അഡ്ജസ്റ്റ് ചെയ്ത്, ഇടയ്ക്ക് സീനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ബസ്സിൽ ഇവരെ കയറ്റി വിടാൻ ബസ്സിൻ്റെ ബാക്കിലൊക്കെ പോയി. അവിടെ ചെന്ന് ഇവർ നടന്നാ പോണത്. അവിടെ നിന്നാണ് ഇവർക്ക് ബസ് ശംഖുമുഖത്ത് സ്കൂളിലേക്ക്. അങ്ങനെ ഞാൻ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ അവർ നിൽക്കുമ്പോൾ ഈ സൈക്കിളിൽ ഇങ്ങനെ പോകുമ്പോൾ ആ ജനറൽ ഹോസ്പിറ്റലിൽ കാലിൽ പ്ലാസ്റ്റർ ഇട്ട ഒരാൾ നടന്നത്. ഞാൻ ഈ സൈക്കിൾ കൊണ്ടുവന്ന കാലിലിടിച്ചു.
അയാൾ ആ വേദന സഹിക്കാൻ വേദന ഈ പെണ്ണുങ്ങളുടെ മുമ്പ് എന്നെ ഉടുത്ത് തൂക്കിയിട്ട് കവാല കുറ്റിക്ക് 2 അടി അടിച്ചത് പറഞ്ഞതും ഞാൻ സഹിച്ചു. എന്നെ ചതിച്ചത് ട്രാൻസ്പോർട്ട് ബസ്സിലെ കണ്ടക്ടർ. ഈ അടി കഴിഞ്ഞിട്ട് ഇയാൾ എന്നെ സൈക്കിളിന്റെ 2 ട്യൂബ് കറങ്ങി വിട്ടിട്ട് തിരുവനന്തപുരം ഭാഷയിലുള്ള തള്ളക്ക് വിളികൾ മുഴുവൻ വിളിച്ച് എല്ലാ പെണ്ണുങ്ങളും കേൾക്കുന്നു. സൈക്കിളിന് 2 കാറ്റും തോന്നുന്നുണ്ട്. ഞാൻ തിരികെ ബാക്കിൽ വരുന്ന ബസ്സിൽ നിന്ന് കണ്ടക്ടർ മേഘനാഥൻ എത്തി നോക്കുന്നു. അച്ഛൻ നമ്മുടെ വീടിന്റെ അടുത്ത് നോക്കുന്ന അച്ഛന്റെ ഫ്രണ്ടാണ്. അയാൾ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുത്തു. എല്ലാ സ്കൂൾ ജംഗ്ഷനിൽ നിന്ന് അടി വാങ്ങിക്കുന്നുണ്ട്. പെണ്ണുങ്ങളുടെ പുറകെ പോയിട്ട് അടി കൊടുത്ത് സൈക്കിളിന്റെ കാറ്റ് ഊരി വിട്ടു. അങ്ങനെ എന്നെ KSRTC ചതിച്ചിട്ടേ ഉള്ളൂ. അതെന്റെ അനുഭവം മറക്കാൻ പറ്റുന്നില്ല. പക്ഷേ ബസ്സിലെ അനുഭവങ്ങൾ വേറെയാണ്. എനിക്കിപ്പോഴും ഒരു അഭിമാനമായിട്ട് തോന്നുന്ന സംഭവമുണ്ട്. എനിക്കൊന്ന് 2001-2002 കേരളത്തിൽ ആദ്യമായിട്ട് ഒരു വോൾവോ ബസ് അന്ന് 2002 മിനിസ്റ്റർ ആയിരുന്നു. ഇത് ഇവിടുത്തെ എന്റെ പാലസിൽ നിന്നാണ് ഇവിടുന്ന് അത് ഓടിച്ചിറക്കിയത് അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് ഒരു വോൾവോ ബസ് കൊടുത്തത്. കേരളത്തിൽ ആദ്യത്തെ വോൾവോ ബസ്സാണ്. ഇന്ത്യയിൽ തന്നെ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആദ്യത്തെ വോൾവോ ബസ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പത്രത്തിൽ കേസ് വരുന്നു. ഹെവി ലൈസൻസ് ഇല്ലാതെ മിനിസ്റ്റർ ഗണേഷ് കുമാർ ബസ് ഓടിച്ചത്. അയാൾക്ക് അറിയില്ലായിരുന്നു. ഗണേഷ് 5-6 കൊല്ലത്തിന് മുമ്പേ ലൈസൻസ് എടുത്ത കാര്യം. അതൊക്കെ പത്രത്തിൽ വന്ന സംഭവമാണ്. ഭയങ്കര രസമുള്ള സംഭവങ്ങളാണ്. ഇപ്പൊ എത്രമാത്രം ഓളോ ബസ് നമ്മൾ വിചാരിച്ചത് ബാംഗ്ലൂരുകാർക്ക് മാത്രം ഉള്ളായിരുന്നല്ലേ. ഇപ്പൊ കേരളത്തിൽ എത്ര ഓളോ ബസ് ഉണ്ട്? കേരളം നമ്മൾ പുതുതായിട്ട് ധാരാളമായി ഓർഡർ നാളെ മുതൽ വന്നു തുടങ്ങുന്നുണ്ട്. ലോ ഫ്ലോർ ഉണ്ട് നമുക്ക്. അല്ലാതെ ഓളോ ബസ് വാങ്ങി ലോങ് ഡിസ്റ്റൻസ് പോകാനുള്ള വണ്ടി നമ്മൾ വാങ്ങിക്കും. നാളെ മുതൽ വന്നു തുടങ്ങുന്നുണ്ട്. ട്രാവൽ ചെയ്യുമ്പോൾ കളർ തരുന്ന ഓർമ്മയുണ്ട്. പച്ചയും വെള്ള. ഞങ്ങളൊരു നൊസ്റ്റാൾജിക് ഫീലിങ്ങിന് വേണ്ടിയിട്ട് KSRTC വീണ്ടും അതുപോലൊരു വണ്ടി ഇറക്കാൻ ആഗ്രഹിക്കുന്നു. പഴയ ഫോട്ടോകളെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പക്ഷേ ഈ കളർ എക്സൈറ്റ് ആയിട്ട് ആർക്കും കിട്ടുന്നില്ല. കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വല്യമ്മ, ഞാൻ ബസ്സിൽ അങ്ങനെയൊക്കെ കൊട്ടാരക്കരയാണ് പഠിക്കുന്നത്. അപ്പോൾ വല്യമ്മയുടെ കൂടെ തിരുവനന്തപുരത്ത് വരും. അമ്മയുടെ ചേച്ചി PR ശ്യാമള നോവലിസ്റ്റായിരുന്നു. ആ വല്യമ്മയുടെ കൂടെ പോത്തങ്കോട് പോകും. വല്യമ്മയുടെ ഹസ്ബൻഡിൻ്റെ വീട് അവിടെ. അപ്പോൾ ഈ കുമാരപുരത്തുനിന്ന് ബസ്സിൽ കയറും. ആ ഗണപതി അമ്പലത്തിൻ്റെ ആൽമരത്തിൻ്റെ അവിടെ നിന്ന് ബസ്സിൽ കയറും. അന്ന് ഈ പച്ച ബസ്സാണ്. പച്ച ബസ്സും അതിനകത്ത് വെള്ള ലൈനുമായിട്ട് ഇപ്പം ഞങ്ങളത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. KSRTC എഞ്ചിനീയർമാർ അത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴത്തെ ഒരു വണ്ടി എടുത്തിട്ട് നമ്മൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തെ പഴയ സിറ്റി ബസ്സിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ആ പച്ച പെയിന്റ്. ഓർമ്മ ശരിയാണെങ്കിൽ പച്ച താഴെ മുകളിൽ സിൽവർ ഒരു വൈൻ. ബാലകൃഷ്ണ സാർ മിനിസ്റ്റായിട്ട് വന്നപ്പോൾ ഇത് വലിയ എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു. അലുമിനിയം പെയിന്റ് അടിക്കുന്നില്ലേ. അങ്ങനെ പെയിന്റ് അടിച്ചാൽ ചെലവ് കുറയ്ക്കാൻ വേണ്ടി അലുമിനിയം അല്ലെങ്കിൽ ഈ അടിച്ചാൽ മുതലാകത്തില്ലല്ലോ. പിന്നെ ഒരു ചുവപ്പ് മഞ്ഞയായി, ഒരു ചുവപ്പ് ഒരു മഞ്ഞ കളറുമായി. പിന്നെ ഈ പച്ചയായിരുന്നു അല്ലെ സിൽവർ ലൈനാണ്. നമ്മളിപ്പോ സിൽവർ പെയിന്റ് അടിച്ചിട്ട് ഒരു വണ്ടി ഇതുപോലെ അന്ന് ഒറ്റ ഗ്ലാസ് അല്ല, ഒറ്റ ഗ്ലാസ് ആക്കി മാറ്റിയ 2001 ഞാനാണ്. അന്ന് 2 ഗ്ലാസ്സാണ്. അപ്പൊ ഈ 2 ഗ്ലാസ് ഇട്ടിട്ട് പഴയ പോലെ ഒരു വണ്ടി അത് ഉരുണ്ടൊക്കെ എങ്ങനെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് അവർ ഡിസൈൻ വരച്ചിരുന്നു. ഒരു കാര്യം മറക്കരുത്, ആ കളറിന്റെ പേരെന്താണെന്നറിയോ? ബസ് ഗ്രീൻ. ഇറ്റ്സ് കോൾഡ് ബസ് ഗ്രീൻ. പെയിന്റിന്റെ അത് ബസ് ഗ്രീൻ എന്ന് പറയുന്നതാണ് ആ കളർ. നമുക്ക് ഇപ്പോഴും ആ കളർ കിട്ടിയിട്ടില്ല. പെണ്ണുങ്ങളുടെ പാവാട കളർ അതാണ് കറക്റ്റ് അല്ലേ? ആ പച്ചയാണ് ഇതൊന്നും പറയാൻ പറ്റില്ല അല്ലേ? ബസ് ഗ്രീൻ എന്നാണ് ആ കളറിന്റെ പേര്. അല്ല ഞങ്ങള് ഈ ഗ്രീൻ കിട്ടാൻ വേണ്ടി പ്രയാസപ്പെട്ടു വരാം. കാരണം ഒരു പല കളർ അടിച്ചുകൊണ്ട് കാണിച്ചു. പക്ഷെ എനിക്ക് ആ ഓർമ്മയിൽ നിന്ന് ആ കളറിൽ ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല. അത് ഇനി നോക്കാം നമുക്ക്. കാരണം വെച്ചാൽ അറിയാൻ പറ്റില്ല. എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളാണ്. അന്നത്തെ കാലത്തെ എല്ലാ KSRTCയുടെ പടങ്ങളും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ അതൊരു കറുപ്പും വെള്ളയായിട്ടേ തോന്നുള്ളൂ. പക്ഷെ പച്ച കളറും ഒരു സിൽവറുമാണ്. വരും ടിക്കറ്റ് ഇപ്പുറത്ത് കൂപ്പൺ ഉണ്ടെങ്കിൽ കയറാം. പണ്ട് കൂപ്പൺ ഉണ്ടെങ്കിലേ കേട്ടു. അതെ, പിന്നെ കൺസെഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും കൺസെഷൻ ഇല്ലേ? കൺസെഷൻ ഇപ്പോഴും ഉണ്ട്. ഇവിടെ ഇരുന്നോ. ഇന്ന് രാവിലെ മുകേഷ് വിളിച്ചു. മുകേഷ് വിളിച്ചിട്ട് എന്തായാലും ചോദിച്ചു, അല്ല ഈ വളരെ മോശം സമയമാണോ? ഞാൻ ചെന്ന് അല്ല കാറൊക്കെ വിറ്റോ? അപ്പൊ ബസ്സിലാണ് യാത്ര എന്ന് കേട്ടു. മുകേഷ് അറിഞ്ഞു കയറി യാത്ര ചെയ്യുന്നവരെ. മുകേഷിന്റെ തമാശ കിട്ടിയ? മുകേഷ് രാവിലെ വിളിച്ച ഈ ബസ്സില് ഒരു പടം ഉണ്ടല്ലോ കളിന്റെ പ്രിയന് ചേർന്ന് നമ്മളെ അക്കരെ വന്നൊരു മാരൻ ക്ലൈമാക്സ് ബസ്സിലാണല്ലോ. പ്രൈവറ്റ് ബസ്. അത് മാത്രം ഷൂട്ട് ചെയ്തത് ഞാനാ. ഡയറക്ടർ ഗിരീഷ് ആണെങ്കിലും ആ പാർട്ട് ഷൂട്ട് ചെയ്തത് ഞാൻ. ക്ലൈമാക്സ് ആയിരുന്നു ബസ് വെച്ചിട്ട്.
അതുപോലെ ശബരിമലയിൽ പോകുമ്പോ ഈ ബസ്സിൽ പോകുമ്പോഴേ ബസ്സിലാണ് പോകുന്നത് അന്ന് ഞാനൊക്കെ പോകുന്നത്. അപ്പൊ ചിലർ ഈ ബസ്സിൽ ഒമിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അന്നത്തെ ടെക്നോളജി കഴിവലല്ല മണൽ വരിയിടും. മണൽ വരിയിട്ട് പിന്നെ നമ്മൾ പോയി തൊഴിലിട്ട് വരുന്നവരെ അവിടെ കിടക്കും. അന്ന് വേറെ സെറ്റപ്പ് പോലെ സംഭവം. ഞാനൊരിക്കൽ തന്നെ മൂന്നാറിൽ പോകുമ്പോൾ ഞാൻ ബസ്സിൽ ഇരിക്കുമ്പോഴത്തേക്കും ആരാണെന്ന് തോന്നുന്നു ഫ്രണ്ട് ചെയ്ത് ശ്രദ്ധിച്ച് കംപ്ലീറ്റ് എന്റെ ഷർട്ടിൽ മൂന്നാർ വരെ. എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്റെ നെഞ്ചി കൂടെ മണ്ണാരിട്ട്. പ്രിയൻ ഇതേ റോഡിൽ ഓർമ്മയുണ്ട്? പ്രിയൻ ഇതേ റോഡിൽ ഒന്നാനാം കുന്നിൽ ഓരടി കുന്നിൽ ഈ കവടിയാർ റോഡിൽ സിറ്റി ബസ്സിനകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് KSRTC ബസ്. അന്ന് ഞാൻ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല. പ്രിയൻ അന്ന് ഇവിടെ പാട്ട് ഷൂട്ട് ചെയ്തത്. ഡബിൾ ഡെക്കർ അന്നുണ്ട്. ഡബിൾ ഡെക്കർ പണ്ടേ ഉണ്ട്. എന്റെ ഓർമ്മയിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ. ഒന്ന് കണ്ടിട്ടുള്ളത് സ്റ്റീം ബസ്സാണ്, വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ഒറ്റ ബസ് ഉണ്ടായിരുന്നു. രണ്ടാമത് ഡബിൾ ഡെക്കർ ഉണ്ടായ ഒരു കാലമുണ്ടായി. പിന്നെ ഡബിൾ ഡെക്കർ പോയി. പിന്നീട് ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഡബിൾ ഡെക്കർ കയറുന്നത്. ഒരിടയ്ക്ക് ഡബിൾ ഡെക്കർ ഇല്ലായിരുന്നു, പിന്നെ ഡബിൾ ഡെക്കർ വീണ്ടും വന്നു. അതെ, കാര്യം ഞാൻ റിയലി അപ്രീഷിയേറ്റ് ചെയ്യും. ഞാൻ വിചാരിച്ചു ഒരിക്കലും തിരുവനന്തപുരത്ത് ഇനി ഡബിൾ ഡെക്കറിന് ഓടാൻ പറ്റില്ല, ഈ മരങ്ങളും ഇതൊക്കെ. പക്ഷെ ഇതെല്ലാം കട്ട് ചെയ്തു അല്ലേ? ആ മരങ്ങൾ ഇതിനു വേണ്ടി നമ്മൾ കട്ട് ചെയ്തു. എല്ലാം ഈ വണ്ടി പോകുന്ന റൂട്ട് മരങ്ങളെല്ലാം പിന്നെ വണ്ടിയുടെ മുകളിൽ തന്നെ കട്ട് ചെയ്തിട്ടാണ്. അതെ, പക്ഷേ ഇതൊരു ലണ്ടന്റെ കൾച്ചറാണ്, ഈ നഗരം കാണിക്കാനായിട്ട് ഡബിൾ ഡെക്കർ ഓപ്പൺ ലണ്ടൻ കൾച്ചറാണ്. അല്ല, ഇപ്പൊ നമ്മൾ എറണാകുളത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ. എറണാകുളത്ത് നല്ല വിജയമാണ്, ഇവിടെയും നല്ല വിജയമാണ്. കാരണം ഈ മിക്കവാറും ദിവസം ഈ വണ്ടി ഫുള്ളായിട്ടാണ് പോകുന്നത്. ഈ മോളത്തെ നില എന്തായാലും ഫുള്ളായിരിക്കും എപ്പോഴും. കൂടുതലും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി. മൂന്നാറിലേക്ക് വേറെ ഡബിൾ ഡെക്കർ ഉണ്ട്. ഇവിടുത്തെ ഡബിൾ ഡെക്കർ തന്നെ ഗ്ലാസ്. കഴിഞ്ഞ ആഴ്ച ഞാൻ വരുമ്പോഴത്തേക്കും ഭയങ്കര മഴ, ഫുള്ള് ജനം. മഴയത്ത് ഭയങ്കര ഹാപ്പി പിള്ളേർ. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം മഴയൊന്നും പ്രശ്നമല്ല ആളുകൾക്ക്. അവർക്ക് എൻജോയ് ചെയ്യാന്നുള്ളത് ഇതൊരു ഭയങ്കര രസകരമായ ഒരു സംഭവമാണ് ഈ പോണോപ്പാഫ്. ഇവിടെ നല്ല എല്ലാ ദിവസവും ഭയങ്കര കളക്ഷനാണ്. നല്ല എല്ലാവർക്കും കയറാൻ താല്പര്യമുണ്ട്. കുട്ടികൾക്കൊക്കെ വലിയ താല്പര്യം അത് കയറി നഗരം കാണാൻ വേണ്ടി. തിരുവനന്തപുരത്തിന്റെ വേറൊരു വ്യൂ ആണ് കാണുന്നത്. ഇപ്പൊ മൂന്നാറിൽ ഓടുന്ന ബസ്സിലുമുള്ള ഗുണം വെച്ചാൽ മൂന്നാറിന്റെ വേറൊരു വ്യൂ ആണ് കാണുന്നത്. വേറെ ഹൈറ്റിൽ നിന്നാണ് കാണുന്നത്. വേറെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ കാമുകിമാര് വളരെ ഹാപ്പിയാണ്. എന്താ കാര്യം അറിയാം, ഒരു റെസ്റ്റോറന്റിൽ പോകണം, കാപ്പ് കുടിക്കണം, വട വാങ്ങിച്ചു കൊടുക്കണം, അവള് കയറി ഫ്രൂട്ട്സ് ഐസ്ക്രീം ഒക്കെ പറഞ്ഞാൽ അത് അതിൽ നിന്നും പോകും. ഇതാകുമ്പോൾ ഒരു ടിക്കറ്റ് എടുത്ത് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വെച്ചെന്തോ പലരും കേട്ടാ. ഇത് ഇവിടുന്ന് ഈസ്റ്റ് പോർട്ട് വരെ പോയി അവര് നമ്മൾ വണ്ടി നോക്കുമ്പോൾ അവര് കാഴ്ച കാണുന്നില്ല, അവരങ്ങ് പ്രണയിക്കുകയാണ്. തിരിച്ച് അതുപോലെ ഇവിടെ വന്നിട്ട് തിരിച്ച് പോയിട്ട് ടിക്കറ്റ് എടുത്തു. അവര് പറഞ്ഞു ഇത്രയും സമയം നമ്മള് ഏത് രാജ്യത്താണെന്ന് അറിയണം, നമ്മള് സ്വർഗത്തിലായിരുന്നു അവരുടെ പ്രണയം. പ്രണയം തീരും. പക്ഷെ ബസ്സാണ്, ഓപ്പൺ ബസ്സാണ്. വേറെ പക്ഷെ ഒരു കാര്യം രാജു, ഒരു ബസ് യാത്രയിൽ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? അത് നമുക്ക് ശരിക്കും അനലൈസ് ചെയ്യാം. ഒരേ റൂട്ടിൽ പോകുന്ന ആളുകൾ പിന്നീട് ഈ പറഞ്ഞ പോലെ പ്രണയം, പിന്നെ വിവാഹം, പിന്നെ വിവാഹമോചനം, ഇതെല്ലാം ഒരു ബസ് യാത്രയുടെ ഇടയിൽ ഉണ്ടായി തുടങ്ങുന്ന ഒരു സംഭവമാണ്. കാര്യം ഏറ്റവും അടുത്ത് നമുക്ക് ഇരുന്ന് പഴകാനും മറ്റൊന്നുമില്ല സംസാരിക്കാനും പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു യാത്രയാണ് പ്രണയങ്ങള്. ബസ്സും പ്രണയമായിട്ട് ഒരുപാട്. KSRTC ബസ്സിൽ ഇരുന്ന് ലവ് ചെയ്തിട്ടാണ് നമ്മുടെ സംവിധായകന്റെ നടനുമായ മധുപാൽ കല്യാണം കഴിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് മധുപാൽ എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. KSRTC ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്യുമ്പോൾ അടുത്തിരുന്ന ഒരു ലേഡിയുമായിട്ട് പരിചയപ്പെടുകയാണ്. തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക് അവരും നല്ല അടുപ്പത്തിലായി. പിന്നീട് മധുപാൽ കല്യാണം കഴിച്ചത് അവരെ തന്നെയാണ്, ആ ബസ്സിലെ യാത്രയിൽ നിന്നാണ്. പിന്നെ പലപ്പോഴും കണ്ടക്ടർ ബാക്കി മാറാൻ കൊടുക്കും. ഈ ബാക്കി മാറി എടുത്തോളുന്ന 100 രൂപ കൊടുക്കും. 100 രൂപ കൊണ്ട് മാറി ഇന്ന് ബാക്കിയൊക്കെ മാറി വരുമ്പോഴത്തേ അവരുമായി സംസാരിച്ച് അങ്ങനെ പ്രണയിച്ച് വിവാഹം കഴിച്ചവരുണ്ട്, അങ്ങനെ ഡൈവോഴ്സ് ചെയ്തവരുണ്ടെന്നാണ് പറയുന്നത്. ഇതിന്റെ പേരിൽ ചില്ലറ വാങ്ങിച്ചോളാൻ പറഞ്ഞു വിടും. പ്രണയം അല്ലാതെ കുറച്ച് ഏയിൽ ചിന്തിക്കുന്നവർ ഈ ബസ്സിൽ കയറില്ല. അവർക്ക് ഈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ ബാക്കിൽ ഇങ്ങോട്ട് ഇടിക്കുക, അതൊന്നും ഇതിനകത്ത് നടക്കില്ല. മര്യാദയ്ക്ക് ഇരിക്കേണ്ടില്ല, നിർത്തി കൊണ്ടുപോകില്ലല്ലോ. നിർത്തി ഇതിനകത്ത് നിർത്തത്തില്ല. പിന്നെ ഇപ്പോഴത്തെ സിസ്റ്റം ഇല്ല. പണ്ടെന്നുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ വലിയൊരു പ്രോബ്ലമായിരുന്നു. ഈ കാത്തുനിൽപ്പിന്റെ ഇടയിൽ ബസ് സ്റ്റോപ്പിൽ നിർത്തില്ല. ദൂരെ നിർത്തി ആളെ ഇറക്കിയിട്ട് ബസ് സ്റ്റോപ്പിൽ നിർത്താതെ നമ്മൾ ഓടണം അതിൻ്റെ പുറകെ കയറാൻ വേണ്ടിയിട്ട്. കാര്യം ആ സിസ്റ്റം അന്നെന്ന് ഞാൻ പിന്നെ അത് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൈവറ്റ് ബസ്സുകാർ അത് ചെയ്യില്ലായിരുന്നു, ഗവൺമെന്റ് ബസ്സിൽ മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ. കാരണം അവർക്ക് അതുകൊണ്ട് എക്സ്ട്രാ ബെനിഫിറ്റ് ഇല്ല. പിന്നീട് ഇപ്പൊ ഒരു ഇൻസെന്റീവ് സിസ്റ്റം ആക്കിയില്ലേ? ഇപ്പം അങ്ങനെ കേട്ടാതെ കൺസെഷൻ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ കൺസെഷൻ കൊടുക്കുമ്പോ അതിനകത്ത് ഇപ്പൊ ഇല്ലല്ലോ. അതില്ലേ ഇപ്പൊ കൺസെഷൻ കാർഡായി മാറിയാണ്. നാളെ പോലെ കണ്ടക്ടർ ടിക്ക് ചെയ്യുമല്ലോ. അത് ടിക്ക് ചെയ്ത് പിന്നെ ഒരു പ്രാവശ്യം കാണുമ്പോൾ ഈ
ഒരു കമ്പിയിൽ പിടിക്കുകയും മറ്റേ കയ്യിൽ പെൺകുട്ടിയുടെ പൊക്കിയിരിക്കുകയല്ലേ. അവര് കൺസെഷൻ ഇവിടെ വെച്ച് കണ്ടക്ടർ വരുമ്പോ അയാൾ എന്നെ എടുത്തിട്ട് തിരിച്ചു വെക്കുന്ന ഒരു പരിപാടി. പക്ഷെ എനിക്ക് വേറൊരു കാര്യത്തിൽ ഒരു കണ്ടക്ടർ എന്നുള്ളത് ഞാൻ നേരത്തെ കുറ്റം പറഞ്ഞെങ്കിലും വേറൊരു കാര്യം ബഹുമാനമുണ്ട്. ഞാൻ മോട്ടോർ സ്കൂളിൽ മോണാക്ടിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു കണ്ടക്ടറുടെ സംഭവമുണ്ട്. അയാൾ ബസ് സ്റ്റാൻഡിൽ കയറി ബസ്സിൽ കയറി പോണ ഒരു സംഭവമുണ്ട്. അതിനകത്തുള്ള വിവിധ കഥാപാത്രങ്ങൾ ഇതെല്ലാം ഒറ്റയ്ക്ക് അതിന്റെ പ്രൈസ്. അടയാർ ഫിലിമിൽ ഇന്റർവ്യൂ നിന്നപ്പം കെ ബാലേന്ദ്രൻ മറ്റേ കണ്ടോണ്ട് നോക്കട്ടെ ഉണ്ടല്ലേ. അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്റർവ്യൂ നിന്നപ്പം കെ ബാലേന്ദ്രൻ എം എൻ രാജൻ പറഞ്ഞു, നിങ്ങൾ ഒരുപാട് സർട്ടിഫിക്കറ്റ് ചെയ്യുന്നില്ല മോണാക്ടിന്റെ, ഈ സ്ക്രിപ്റ്റ് ചെയ്യേണ്ട, നിങ്ങളുടെ മോണാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ കണ്ടക്ടർ മോണാക്ട് ചെയ്തിട്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത് അടയാർ ഫിലിമിൽ. കണ്ടക്ടറാണ് ആദ്യം അച്ഛൻ്റെ അടിയും വായിച്ചത്. അവിടെ കൊണ്ട് അടിയും പോട്ടെ, വീട്ടിൽ വന്നിട്ട് എടുത്ത് കളിയിട്ട് അടി വേറെ. ഇതിനാണ് വളർത്തി വിടുന്നത്, രാവിലെ സ്കൂളിൽ പോകാതെ അവളെ പറയാ പോയെന്നൊക്കെ. എൻ്റെ ഒരു തമാശയുണ്ട്. ഈ വണ്ടിയിൽ കയറും, പണ്ട് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോകാൻ വേണ്ടി അമ്മയുടെ ബസ്സിൽ കയറും. അപ്പോൾ ഡ്രൈവർ അച്ഛൻ്റെ യൂണിയനാണ്, എല്ലാ ഡ്രൈവർമാരും ഡ്രൈവേഴ്സ് യൂണിയനാണ്, ഒറ്റ യൂണിയനേ ഉള്ളൂ. അച്ഛനാണ് അതിൻ്റെ പ്രസിഡന്റ്. അപ്പോൾ അവർക്ക് വലിയ സ്നേഹമാണ്. അപ്പോൾ അമ്മയ്ക്ക് അവരെ അടുത്ത് എനിക്ക് ഡ്രൈവറെ ഇഷ്ടമാണ്. പക്ഷെ അമ്മ ഈ കൈയും തലയൊക്കെ പുറത്തിടും വണ്ടിക്കകത്തിരുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും കണ്ടക്ടർ വഴക്ക് പറയുന്നത്. സത്യം പറയട്ടെ, മന്ത്രിയായിട്ട് ഇപ്പോഴും കണ്ടക്ടറെ പേടിയാ. ഒരു ഭയം, കണ്ടക്ടറാണെന്ന് ഒരു പേടിയാണ്. ചില പറഞ്ഞില്ല പോലീസ് പറയും. അങ്ങനെയൊക്കെ കുട്ടിക്കാലത്ത് മനസ്സിൽ പതിഞ്ഞു പോയ കണ്ടക്ടർ. പിന്നെ ഞാൻ ആദ്യം മന്ത്രിയായപ്പോൾ കണ്ടക്ടറുടെ യൂണിഫോം മാറ്റി, കാരണം ഈ കണ്ടക്ടറെ പേടി മാറാൻ വേണ്ടി. ഇപ്പൊ തിരിച്ച് വീണ്ടും കാക്കി പെയിന്റ് യൂണിഫോമിലേക്ക് പോയി. മുകേഷ് ഇത് പണ്ട് ചോദിച്ചു, സിനിമാ നടൻ അല്ലെങ്കിൽ പിന്നെ എന്താണ് ആഗ്രഹം? കണ്ടക്ടർ എന്ന് പറഞ്ഞു. എന്താ കാര്യം വെച്ചപ്പോൾ ഒരു രസമല്ലേ, മുട്ടിയൊരുമി അങ്ങോട്ട് പോയി ടിക്കറ്റ് കൊടുക്കുക, ഇങ്ങോട്ട് വന്ന് ടിക്കറ്റ്. ഇപ്പൊ മുട്ടിയൊരുമിയാൽ കേസാവും. ചുമ്മാ പറയുന്നത്, അന്ന് കേസില്ലാത്ത ഭാഗ്യം അല്ലേ ഉള്ളൂ. നോക്കിയ കേസ് ഉടനെയൊന്നും വേണ്ട, നോക്കിയ കേസാ. നന്ദു ബസ്സിൽ പോകാറില്ല തിരുവനന്തപുരത്തൂടെ? നന്ദുവിന്റെ അനുഭവം തിരുവനന്തപുരത്താണോ വലിയ ദൂരയാത്രയാണോ? അല്ല, ഞാൻ ദൂരയാത്രയൊക്കെ ബസ്സിൽ KSRTC-യിലാണോ പോകുന്നത്? ഇഷ്ടം പോലെ പോകുമായിരുന്നു. KSRTC അന്ന് ഈ നമ്മള് ഒരിക്കൽ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴത്തേക്ക് രാത്രി ഈ 12 മണിക്ക് അങ്ങാണ്ട് ആലപ്പുഴയിൽ എവിടെ കൊണ്ട് നിർത്തി ബസ് നിർത്തിയിട്ട് ഈ കാപ്പുടിക്കാനായിട്ട് ഇറങ്ങി. ഇപ്പൊ എക്സ്പ്രസ് ബസ്സാണ്. അപ്പൊ ഒരു സീറ്റിൽ ഉള്ള ആളെ കാണാനില്ല. ഈ കണ്ടക്ടർ കിടന്ന് വിളിയോട് വിളി. ഈ ആള് വരാൻ പോകൂലല്ലോ. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു, അയാളില്ലെങ്കിൽ ഇല്ല, നമുക്ക് പോവാം, എന്തിനാണ് വല്ല വണ്ടി അവിടെ. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ഇയാളെന്ന് പറയുമ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ നിന്ന് ഇപ്പുറം സീറ്റ് ഇരുന്നു. ഇതേ ഉള്ളൂ സംഭവം. അയാളുണ്ടായിരുന്നു. അയാൾ ഞാൻ ഇവിടെ വന്ന് അടിച്ച് കിണ്ടിയായിട്ട് അപ്പുറത്തെ സീറ്റ് കയറി ഇരുന്നു. ഇയാൾക്ക് വേണ്ടി അരമണിക്കൂർ ഇരുന്ന് നാട്ടുകാർ മുഴുവൻ അയാളെ തെറിയും. അയാൾ അറിഞ്ഞില്ല. അയാൾ പിന്നെ ഇതുമായിട്ട് തുടങ്ങി. ഒരുപാട് രസകരമായ അനുഭവങ്ങളുണ്ട് KSRTC. അല്ല രാജേട്ടാ, ഒരിക്കൽ ഇങ്ങനെ ആദ്യം മന്ത്രിയായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് സീരിയലിന്റെ ഷൂട്ടിങ്ങിന് പോണു. ഇങ്ങനെ മന്ത്രിയാണ്, പക്ഷെ സ്റ്റേറ്റ് കാറിലല്ല, ഇങ്ങനെ സ്വന്തം കാറിൽ. അദ്ദേഹം ഓടിക്കുന്നു, ഞാൻ സൈഡിൽ ഇരിക്കുന്നു. പോയിട്ട് കരമന എത്തുമ്പോഴത്തേക്കും ഒരു KSRTC ബസ് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് കയറി. ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറുന്നു, ഭയങ്കര റാഷായിട്ട് കയറുന്നു. വണ്ടി ഒതുക്കി നേരെ കൊണ്ട് ഒതുക്കാൻ കൂടെ നിർത്തി. ഈ ഗ്ലാസ് താത്തിട്ട് ഇങ്ങനെ ഈ ഡ്രൈവറുടെ മുഖം കാണാൻ. കാര്യം ഒരിക്കലും പ്രതീക്ഷിക്കില്ലല്ലോ മന്ത്രി ഒരു കാറിൽ പ്രതീക്ഷിക്കില്ല. എങ്ങോട്ട് പോകണം? ഇട സൈഡിൽ കൂടെ ഉണ്ടോ ഓവർടേക്കിന്? അങ്ങനെയാണോ പഠിപ്പിച്ചിരിക്കുന്നത്? അത് അങ്ങനെ കിളി പോയി. അങ്ങനെയാണ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്യില്ല. ഒരു 3 മാസം ഒന്ന് ട്രെയിൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. നന്നായിട്ട് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് എടപ്പാളിലെ കാട്ടോ ഒന്ന് പോകാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും പറ്റിയില്ല. ഈ ബസ്സിനകത്ത് പണ്ട് തിരക്കിനിടയ്ക്ക് വേറെ സാധനം ഉണ്ടായിരുന്നു, പോക്കറ്റ് അടിക്കാരൻ. അത് കാണുന്നില്ല, പോക്കറ്റ് അടിക്കാരൻ. ഇനി ബസ്സിൽ കയറുമ്പോൾ ഒരു സീറ്റ് ബുക്ക് ചെയ്യും, കർഷീഫ് എടുത്ത് ജനലിൽ കൂടെ അകത്തിടും, കുട അകത്തിടും. അല്ല, കഥവിനോട് നല്ല തിരക്കായിരിക്കും. ഞാനൊരു കണ്ടക്ടറെ പേടിപ്പിക്കുമല്ലോ. അമ്മ കണ്ടക്ടറെ പേടിപ്പിക്കുന്ന കാലത്ത് ഒരു കണ്ടക്ടറെ പെരുമാറ്റം കണ്ട്. അത് ഞാൻ പലപ്പോഴും അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ പെരുമാറരുത്. കാരണം ഒരു വ്യക്തി വന്ന് അദ്ദേഹം പറയാണ്, എന്നെ ഒന്ന് കോട്ടയത്തേക്ക് പോകാനായിട്ട് കൊണ്ടുപോകണം എന്നാണ്, തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. അപ്പോൾ ഈ കണ്ടക്ടർ പറയുന്നുണ്ട്, കയറ്റൂല, കൂപ്പണുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂപ്പണില്ല. അദ്ദേഹം പറഞ്ഞ്, ഞാൻ ഇവിടുത്തെ മജിസ്ട്രേറ്റാണ്, എൻ്റെ അമ്മയ്ക്ക് അസുഖം കൂടുതലാണ്, ഈ കോട്ടയത്ത് പോകണമെന്ന് കൊണ്ടുപോകണം. അങ്ങോട്ട് മാറിയിരിക്കും. അത് കാലെടുത്ത് വട്ടം വെച്ചിരിക്കുകയാണ് കയറാതിരിക്കാൻ വേണ്ടി. അപ്പം ഞാൻ ഒരു സെക്കൻഡ് മനസ്സിലാലോചിച്ചു, ഇയാളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ കിട്ടിയ എന്തായിരിക്കും സ്ഥിതി? മജിസ്ട്രേറ്റിന് ആവശ്യമായിട്ട് സാറേ എന്ന് വിളിക്കുന്നു. അപ്പോൾ അത് കാണുമ്പോൾ ആ വിളിക്കും തോറും ഈ കണ്ടക്ടർ അങ്ങ് കയറും, അമ്മയെപ്പോട്ട് പൊങ്ങി കാല് കുറച്ചുകൂടെ പൊക്കി വയ്ക്കുക, കയറാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. അമ്മയ്ക്ക് സുഖമില്ല, എനിക്ക് പോകണമെന്ന് പറയുമ്പോൾ ആളെന്തായാലും അറിയാതെ പെരുമാറും. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, ഈ KSRTC ഡ്രൈവറുടെ കണ്ടക്ടറുടെ അനുസരിച്ച് അവരുടെ ശരീരഭാഷ വളരെ പ്രധാനമാണ്. ആ ശരീരഭാഷ നല്ലതല്ലെങ്കിൽ യാത്രക്കാർ അസ്വസ്ഥരാകും.
ചിലരുടെ ബിഹേവിയർ ആൾക്കാരെ അസ്വസ്ഥരാക്കും, യാത്രക്കാരെ. ഇപ്പോൾ അതൊക്കെ കുറേ മാറിയിട്ടുണ്ട്. ഒരുപാട് ചെറുപ്പക്കാരൊക്കെ വന്നു, അവർ പഠിത്ത എഡ്യൂക്കേഷൻ ഉള്ളവരാണ്, അവർ നന്നായിയൊക്കെ ബിഹേവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് KSRTC വലിയ ഗുണമാണ്. കാരണം അവരുടെ ഒരു 95% ആൾക്കാർ നന്നായി പെരുമാറും. ചില ആളുകൾ കളക്ഷൻ നന്നായിട്ട് കൂടിയിട്ടില്ലേ? ഇപ്പം കളക്ഷൻ കൂടുതലാണ്. KSRTC നഷ്ടവും കുറഞ്ഞിട്ടുണ്ട്. KSRTC നഷ്ടം കഴിഞ്ഞ മെനഞ്ഞാന്നത്തെ ദിവസം KSRTCയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം ഇതേ ദിവസം 83 ലക്ഷം രൂപ നഷ്ടമാണ്. കഴിഞ്ഞ മെനഞ്ഞാന്ന് ഈ വർഷം KSRTC 10 ലക്ഷം രൂപയുടെ നഷ്ടമുള്ള ആ ദിവസം 10 ലക്ഷമായി കുറഞ്ഞു നഷ്ടം. 80 ലക്ഷമായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ ദിവസം, 10 ലക്ഷമായിട്ട് കുറഞ്ഞു. വലിയ പല മാസങ്ങളിലും പല ദിവസങ്ങളിലും വലിയ വ്യത്യാസം ഉണ്ട്. ഞാനൊരു കാര്യം കൂടെ നോട്ട് ചെയ്തു. ഇപ്പോൾ ആ ബാക്കിലൊരു ബോർഡ് ഒട്ടിച്ചിട്ടില്ലേ, അതായത് ഞാൻ കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന നമ്പറിൽ വിളിക്കണം. അതൊരു ആര് നമ്പർ വിളിച്ചാലും ഇമ്മീഡിയറ്റ്ലി വാട്സാപ്പിൽ എടുത്ത് അയക്കാൻ വേണ്ടിയിട്ടാണ്. വാട്സാപ്പിൽ ഷൂട്ട് ചെയ്യും. ഈ വണ്ടി റാഷായിട്ട് ഓടിക്കുന്നത് ഷൂട്ട് ചെയ്തിട്ട് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് അങ്ങ് അയച്ചാൽ മതി. അയച്ചു കഴിഞ്ഞാൽ അവരത് ആക്ഷൻ എടുക്കും. അവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ആക്ഷൻ എടുക്കും. അപ്പോൾ ഇപ്പോൾ അങ്ങനെ റാഷായിട്ട് ഓടിപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപകട മരണങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന കുറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വളരെ ഡ്രൈവർ ബസ് ഓടിച്ചോണ്ടിരുന്നപ്പോൾ മൊബൈലിൽ സംസാരിച്ചിട്ടുണ്ട്. ആൾക്കാർ പറഞ്ഞു ഞാൻ വീഡിയോ ഓൺലൈനിൽ വന്നു. അതൊക്കെ കർശന നടപടിയാണ്. കാരണം യാത്രക്കാരും ഇതൊക്കെ പകർത്തുന്നുണ്ട്, മാധ്യമങ്ങളിലൂടെ പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ആക്ഷനാണ്. അതൊന്നും അനുവദിക്കില്ല. പിന്നെ മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ അനുവദിക്കില്ല. വളരെ സ്ട്രിക്റ്റാണ്. പരിശോധിച്ചിട്ടേ കേട്ടുള്ളൂ വണ്ടി. നമുക്ക് മരണസംഖ്യ, ആക്സിഡന്റിലുള്ള മരണസംഖ്യ കുറഞ്ഞിട്ടുണ്ട്. KSRTC ഇടിച്ചിട്ടുള്ള മരണം. പിന്നെ പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ ഇടയിൽ കൂടെ ഒക്കെ ചെന്ന് കയറും. ഡ്രൈവറുടെ കുഴപ്പമല്ലാത്ത സംഭവങ്ങളുണ്ട്. എന്തോ സിറ്റിക്കകത്ത് കോളേജിൽ പോകുന്ന കഥയൊക്കെ പറഞ്ഞു പ്രിയൻ. എന്തോന്നും പറഞ്ഞില്ല. ഞാൻ കോളേജ് ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ബസ്സിൽ കയറുന്നു. നല്ല കുട്ടിയായിരുന്നു. കോളേജ് ബസ്സിൽ പോകുന്ന ആളായിരുന്നു. അങ്ങനെയല്ലായിരുന്നു. അന്നത്തെ ബസ്സിന്റെ ഫുട്ബോർഡിന്റെ ഭാഗം താന്ന് കിടക്കും. ഓർമ്മയുണ്ട്? എല്ലാവരും നിന്നിട്ട് അന്ന് രണ്ട് ബസ് ചരിഞ്ഞാണ് പോകുന്നത്. ബസ്സെല്ലാം ഫുട്ബോർഡിലായിരിക്കും. ഫുട്ബോൾ ഇന്നുകൊണ്ടാണോ മോഹൻലാൽ ഒരു ചരിവ് ബസ്സിന്റെ? അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒന്ന് ബസ്സിൽ തിരുവനന്തപുരത്തൂടെ പോകാൻ പറ്റി. അതൊരു വലിയ ഭാഗ്യമാണ്. വളരെ അവിചാരിതമാണ്. പ്രിയനെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല. നിങ്ങളെല്ലാം വിളിച്ചൊരു ഇന്റർവ്യൂ എടുക്കണം എന്ന് വിചാരിച്ചിങ്ങനെ. പക്ഷേ ഇന്നലെ അവിചാരിതമായിട്ട് പ്രിയൻ എന്നെ വിളിക്കുകയാണ്. ഞാനിവിടെ ഉണ്ട്, എവിടെയുണ്ട് ഒന്ന് കാണാൻ, ഞാൻ കാണണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്കൊരു ഐഡിയ പോയി. എന്നാൽ പിന്നെ ഇന്ന് ബസ്സിൽ പോകാം. അപ്പോഴാണ് ഞാൻ അളിയനെ വിളിച്ചത്. നാളെ ലാലും വരുന്നുണ്ട്. അതെ, നാളെ ലാലേട്ടൻ വരുന്നുണ്ട്. നാളെ അല്ല, ബസ്സിലൊന്ന് യാത്ര ബസ്സിൽ നാളെ KSRTC ബസ്സിൽ നാളെ ഒന്ന് യാത്ര വരാൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു 10-11 മണി ഓടി പുതിയ വോൾവോ നാളെ രാവിലെ എത്തും. അതിൽ ഒന്ന് യാത്ര. മാത്രമല്ല ഈ പറഞ്ഞ കാര്യത്തിന് വേണ്ടി ഞാനൊരു സാധാരണ ബസ്സും കൊണ്ടുവരുന്നുണ്ട്. ഫുട്ബോളിലും നിർത്തി ഒരു ഫോട്ടോ എടുക്കാം. പ്രിയൻ പറഞ്ഞപ്പോൾ ഒരു ഐഡിയ. ഫുട്ബോളിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളെ ഫുട്ബോളിൽ നിർത്തി ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ ഫുട്ബോളിൽ നിർത്തി പാട്ട് ഷൂട്ട് ചെയ്തു. വന്ദനത്തിൽ വന്ദനത്തിൽ ഷൂട്ട് ചെയ്തു. അത് കർണാടക ബസ്സാണ്. കർണാടക ബസ്സിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. ക്യാമറ ഇരിക്കുന്ന വണ്ടി ഞാനാണ് ഓടിക്കുന്നത്. ഞാനാണ് അതിന്റെ കാർ ചേസുകളും പാട്ടും ഒക്കെ എടുക്കുന്നത്. ഞാൻ ഓടിച്ചിട്ടാണ്. അല്ലെങ്കിൽ എന്നെ പറ്റി പറഞ്ഞു ഞാൻ നല്ല ഡ്രൈവറാണെന്നൊരു ഫാന്റാസി. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ബ്രില്യന്റ് ഡ്രൈവർമാരിൽ ഒരാളാണ് ഗണേശ്. ആക്ച്വലി നല്ല ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഓടിച്ചാൽ പോലും നമുക്ക് രണ്ടുപേരാണ് ഞാൻ കണ്ടിട്ടുള്ള. രണ്ടുപേരാണ് ഇവിടെ ഇങ്ങേരും അവിടെ തമിഴ്നാട്ടിലെ സുരേഷ് ബാലാജി. രണ്ടുപേരും ഇത്രയും മുഗ്ഗറായിട്ട് വണ്ടി ഓടിക്കുന്നത് കണ്ടിട്ടില്ല, ലൈഫിൽ കണ്ടിട്ടില്ല. ഗണേശ് വണ്ടി ഓടിക്കുന്നത് നമുക്ക് ഒരിക്കലും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യോ നമ്മൾ അങ്ങോട്ട് പോവുകയോ ഒന്നും ചെയ്യില്ല. ഭയങ്കര അതെന്താണെന്നറിയോ, ബേസിക്കലി ഭയങ്കര എൻജോയ് ചെയ്താ ഓടിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ടെൻഷൻ ഉള്ളപ്പോൾ ഞാൻ വണ്ടി ഓടിക്കും. ഏറ്റവും മനസ്സിന് ടെൻഷനുള്ള സമയത്ത് കുറച്ചു നേരം വണ്ടി ഓടിച്ചാൽ എൻ്റെ എല്ലാ ടെൻഷൻ മാറും. ഞാൻ ഈ വണ്ടിയെ ഓടിച്ചിട്ടുണ്ട്, ഈ ഡബിൾ ഡെക്കറെ ഓടിച്ചിട്ടുണ്ട്, എല്ലാം ഓടിക്കും. എല്ലാ വണ്ടിയും ഓടിക്കാൻ നമ്മളൊരു വാഹനങ്ങളോട് എനിക്കൊരു സ്നേഹമുണ്ട്. എപ്പോഴും പണ്ടുണ്ട്. ഞാനും പ്രിയനോട് മദ്രാസിൽ കൂടെ കാറ് പോകും രാത്രി. അതെ, അന്ന് ഡ്രൈവിംഗ് പഠിക്കുകയാണ്. ഒരു വണ്ടി എടുക്കും, ഒരു ഫിയറ്റ് കാറ്, അതിലൊരു പോക്കുണ്ട്. രാത്രി റോഡിലൊന്നും ഒരാളും കാണത്തില്ല. എവർഷൈൻ്റെ ഒരു വണ്ടി, താഴേക്ക് ഓട്ടയാണ്. എന്റെ റണ്ണിംഗ് ബോർഡൊക്കെ പോയി. നമ്മളെ ഓടി പോകുമ്പോൾ റോഡ് കാണാം ആ വണ്ടിക്കകത്ത്. ഇതൊരു ബ്രൗൺ ആണ്. ഈ പറഞ്ഞ പോലെ ഗണേശ് പറഞ്ഞത് ശരിക്കും കാല് കുറച്ച് തെറ്റി വെച്ചാൽ റോഡിൽ കാല് പോകും. തുരുമ്പ് വണ്ടിയാ വരുന്നത്.
തമിഴ്നാട്ടിൽ ഒരു സ്ത്രീ പോയല്ലോ, ആ വീഡിയോ ഉണ്ടല്ലോ തമിഴ്നാട്ടില്. ബസ്സിനകത്ത് നിന്ന് തമിഴ്നാട്ടിൽ ബസ് അടിയിൽ പോയിട്ട് അവർ രക്ഷപ്പെട്ടു, നേരെ സെൻട്രലിൽ വീണു, അവര് വോട്ടായി പോയി. അതിന്റെ വീഡിയോ ഉണ്ട്, ഇപ്പോഴും യൂട്യൂബിലുണ്ട് ആ വീഡിയോ. തമിഴ്നാട് ബസ്സിൽ നമ്മുടെ അല്ല ഭാഗ്യത്തിന്, നമ്മുടെ ബസ്സിന് അത്രയും ബുദ്ധിമുട്ട് വന്നില്ല, അതിനു മുമ്പ് ഇദ്ദേഹം കയറി, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അത്രയും മോശമായില്ല. ഇപ്പൊ നമ്മുടെ ബസ്സുകളുടെ കണ്ടീഷനാണ് കുഴപ്പം. അപ്പൊ നമ്മുടെ യാത്ര സുരക്ഷിതമാണ് KSRTC. പിന്നെ നല്ല എനിക്ക് തോന്നുന്നത് ഏകദേശം വന്നതിന് ശേഷമാണ് രണ്ട് കാര്യങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ട്രാൻസ്പോർട്ട്, പിന്നെ ഒന്ന് സിനിമയുടെ KSRTC ബെസ്റ്റ് തിയേറ്ററുകൾ, നല്ല സുഖകരമായിട്ട് ഏറ്റവും നല്ല പ്രൊജക്ഷൻ ഇപ്പോഴും KSRTC തിയേറ്ററാണ്. പ്രൊജക്ഷൻ സിനിമയ്ക്ക് തന്നെ ഒരു ഉണർവുണ്ടായി. അതുപോലെ ബസ്സുകൾ തന്നെ നമ്മളിപ്പോഴും ആ പച്ചയും വെള്ള അടിച്ച് നടന്നിട്ടില്ല. ഇപ്പോൾ വോൾവോ, ലോഫോർ ബസ് എല്ലാം വന്നില്ലേ. ഇപ്പൊ കിടന്ന് ബാംഗ്ലൂർ പോകല്ലേ, വരാൻ പോകണോ? സ്ലീപ്പർ ബസ് വന്നു KSRTC AC സ്ലീപ്പർ. ഇപ്പൊ നമ്മളെ പുതിയ ഇറക്കുന്നുണ്ട്. വോൾവോയുടെ സ്ലീപ്പറും വരുന്നു. വോൾവോ ആദ്യം ഇന്ത്യയിൽ സ്ലീപ്പർ ഉണ്ടാക്കും. നാളെ വരുന്ന സീറ്റാണ് ഒരു അടുത്ത മാസം. 2 നിലയാണല്ലേ അകത്ത് കിടക്കാൻ, 2 തട്ടായിട്ട് കിടക്കാവുന്ന വോൾവോയുടെ ആദ്യത്തെ സീറ്റിംഗ് വണ്ടി നമുക്കാണ് വരുന്നത്. സീറ്റ് മാത്രം, ബെഡ് മാത്രമുള്ള വണ്ടി അവരാദ്യമായിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കാം. 2-3 ഡ്രൈവേഴ്സ് കാണും. അങ്ങനെയാണ് 2 ഡ്രൈവർമാർ പോകും മൊത്തം. ഒരു വണ്ടിക്ക് 6 ഡ്രൈവറെ വെച്ചിട്ട് ഡ്രൈവറും കണ്ടക്ടറുമായിട്ട് മാറി മാറി ഓടി. കണ്ടക്ടറും ഡ്രൈവറാണ്, ഡ്രൈവർ രണ്ടുപേരും കണ്ടക്ടറും ഡ്രൈവറുമാണ് ഒരാൾ തന്നെ. അപ്പം നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടികൾക്കെല്ലാം 3 പേരെ വെച്ചിട്ടുണ്ട്. 4-മതൊരാളെ വണ്ടി തൊടിയിരിക്കില്ല, ഇവർ ചീത്തയാക്കും. 4 അടുത്ത് ഇടിച്ചിട്ട് കൊണ്ടിടും. അതുകൊണ്ട് ഈ 3 പേർക്കാണ് പൂർണ്ണ, 6 പേരുണ്ട് കണ്ടക്ടറും ഡ്രൈവറുമായിട്ട്. ഇവർക്കായിരിക്കും പൂർണ്ണ ഉത്തരവാദിത്വം. നാളെ മുതൽ പുതിയ വണ്ടി വന്നാൽ വേറെ 4-മതൊരാൾ കറണ്ട് സജ്ജീവ് വന്നാൽ വണ്ടി ഓടിക്കില്ല. അന്ന് വണ്ടി പോകണ്ടെന്നുള്ള തീരുമാനം എല്ലാ വണ്ടിയിലും അങ്ങനെ ആക്കുകയാണ്. കാരണം ആ ഓടിക്കുന്നവർ ഉത്തരവാദിത്തത്തോടെ ഓടിച്ചിട്ട് അവരെ ക്രൂ മാരേജ് എന്ന് പറയും. തമിഴ്നാട്ടിൽ ഇത് പണ്ടുമുണ്ട്. ഡ്രൈവറും കണ്ടക്ടറും ഒരു വണ്ടി കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ 2 ഡ്രൈവറും 2 കണ്ടക്ടറും ഒരു വണ്ടി കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കും. ആ വണ്ടി അവർ നോക്കിക്കൊണ്ട് അല്ല, മാനസികമായിട്ടും അവർക്ക് അത് അവരുടെ ഒരു സ്വന്തം വണ്ടിയായിട്ട് തോന്നും, കുടുംബത്തിലെ പോലെ. കാര്യം വെച്ചാൽ ഈ അവർ മാത്രം അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ എൻ്റെ ബസ് എന്നൊരു തോന്നലുണ്ടാവും. അതൊരു നല്ല സൈക്കോളജിയാണ്. അല്ല, അത് വേണം. അവരുടെ ഒരു ക്രൂ മാരേജ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തമാണെന്ന് തോന്നിയാലേ അവരത് ചിലർ ബസ്സിനെ നല്ല അലങ്കരിച്ചൊക്കെ വയ്ക്കും. നല്ല പണങ്ങളൊക്കെ ഒട്ടിച്ച് ഇതൊക്കെ ഇട്ട് ഹാരമൊക്കെ ഇട്ട്, അത് അവരുടെ സ്നേഹമാണ്. അത് അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. വരും ഘട്ടം ഘട്ടമായി ഇത് മുഴുവൻ എല്ലാ ലോക്കൽ ബസ്സുകൾ പോലും ഡ്രൈവറേയും കണ്ടക്ടറേയും ഒരുമിച്ച് അങ്ങാക്കി വണ്ടി കൈ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് ആ താല്പര്യം വന്നാൽ നന്നായി. കാരണം വണ്ടി ചീത്തയാക്കുന്നു, വണ്ടി ഡാമേജ്, മെക്കാനിക്കലും ചീത്തയാക്കുന്നു, വണ്ടി ഇടിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഈ ഡ്രൈവർമാരെ ഉറങ്ങാൻ സമ്മതിക്കില്ല. അതായത് ഈ മേലുദ്യോഗസ്ഥന്മാർ ഇവരിപ്പോൾ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ ലോങ് ഡിസ്റ്റൻസ് വന്ന് കിടന്നുറങ്ങുമ്പോഴേ ഒന്ന് എറണാകുളം വരെ പോകണമെന്ന് വരാൻ പറയും. അന്ന് അവധിയാണ്, ശരിക്കും ഓഫാണ്. ഈ ഓഫ് സറണ്ടർ ചെയ്തിട്ട് അന്ന് ശമ്പളം കിട്ടും. ഇവരെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കും, ഇവർ കൊണ്ട് ഇടിക്കും. അതുകൊണ്ട് ഇനി ആ സറണ്ടറിങ് ഇല്ല, ഇനി ലീവ് സറണ്ടർ ചെയ്യാൻ പറ്റില്ല. ഓഫുള്ള ദിവസം ഓഫ് എടുത്തോണം, അത് സറണ്ടർ ചെയ്തിട്ട് പോകാൻ പറ്റില്ല, പൈസ കൊടുക്കില്ല. അവരെ വിളിക്കാൻ പാടില്ല, പകരം വേറെ ഡ്രൈവറെ വെച്ച് ഓടിച്ചോണം. ഒരു കാരണവശാലും ഈ ഉറങ്ങാൻ പോയിരിക്കുന്ന ഡ്രൈവറെ വിളിച്ച് വണ്ടി ഓടിക്കാൻ സമ്മതിക്കില്ല. അത് അവസാനിപ്പിച്ചില്ല. അത് അപകടം ഉണ്ടാക്കുന്നു. കാരണം നമ്മൾ അപകടം ഉണ്ടാക്കുന്ന കാരണങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ ഒരു പ്രധാന കാര്യം ഇതാണ്. കാരണം തലേ ദിവസം ദൂരെ യാത്ര കഴിഞ്ഞ് വന്നിരിക്കുന്ന ഡ്രൈവറാണ്. വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ വീണ്ടും വിളിക്കുകയാണ് മേലുദ്യോഗസ്ഥൻ, ഇന്നൊന്ന് വണ്ടി ഓടിക്കാൻ ആളില്ല, വിളിക്കുക, ചെല്ലുക, ഓടിക്കുക, എവിടെയെങ്കിലും ഇടിക്കുക, ഉറങ്ങിപ്പോകും അവർ. ആരോ ഒരാൾ പറയുന്നത് എന്തോന്നോ ട്രാൻസ്പോർട്ടിൽ എന്തോ ഒരു മിസ്റ്റേക്ക് കാണിച്ചപ്പോൾ സാധാരണ ട്രാൻസ്ഫർ അല്ലേ, അല്ലെങ്കിൽ സസ്പെൻഷൻ. ഇത് അതല്ലെന്ന് മറ്റേ സ്നേഹഭവനിൽ 3 ദിവസം പോയി ക്ലീൻ ചെയ്യാനും പിടിക്കാനും നിർത്തി കൊടുത്തു. അങ്ങനെ ഒരു സംഭവം ട്രാൻസ്പോർട്ടിലല്ല. ഈ പിള്ളേരൊക്കെ വണ്ടി റോങ് ആയിട്ട് ഓടിക്കുമ്പോഴേ അവരെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി ഒരു ഇതുപോലെ ഈ ഗാന്ധി ഭവൻ പോലുള്ള സ്ഥലങ്ങളിൽ അയക്കും. ഇവരെ ഈ ഒരു അമച്വറായിട്ടുള്ള ബിഹേവിയർ മാറാൻ വേണ്ടിയിട്ട് സേവനം ചെയ്യാമെന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. ആ സേവനത്തിനാണ് വിടുന്നത് പലപ്പോഴും. അങ്ങനെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ഒരു 4-5 ദിവസം ചെയ്തിട്ട് വരിക. ഇപ്പം അത് മാത്രമല്ല, ഇപ്പം ലൈസൻസ് അങ്ങ് സസ്പെൻഡ് ചെയ്യും. മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ സസ്പെൻഡ് ചെയ്യണം. സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ട്രെയിനിങ് സെൻ്റർ ഉണ്ട് എടപ്പാളിൽ. അവിടെ പോയി 5 ദിവസമുള്ള ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മാത്രമേ ഉദ്യോഗസ്ഥന്മാർ ലൈസൻസിനെ പുതിയ മാറ്റി കൊടുക്കുന്നത്. അതുവരെ സസ്പെൻഷനാണ്, വേറെ ശിക്ഷയില്ല, വേറെ ശിക്ഷയൊന്നുമില്ല. ഈ ഇത് പോയി തിരിച്ചു വരണം. അപ്പം അവിടെ പോകണം, അവിടെ പോയി നിൽക്കണം. അവിടെ താമസമൊക്കെ ഉണ്ട്. അവിടെ 5000 രൂപ ചിലവുണ്ട് ഒരാഴ്ചയിൽ. ദിവസം 1000 രൂപ വെച്ച് അടച്ച് അവിടെ നിന്ന് ആ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വന്നു. ഇപ്പോഴും ഡ്രൈവർമാർ നമ്മൾ KSRTCയിലും അങ്ങനെ കുഴപ്പം കാണിച്ചാൽ നമ്മളത് ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു കയറ്റുന്നു. ആരെയും ഈ മദ്യപിച്ച് പോകുന്ന എല്ലാവരും പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പം തന്നെ സസ്പെൻഡ് ചെയ്യണം. ഇത് അവർ സസ്പെൻഡ് ചെയ്യും, പോലീസ് റിപ്പോർട്ട് കൊടുത്താൽ. ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ട് അത് കാരണം ഇത് അപകടം കുറച്ചേ പറ്റുള്ളൂ. നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയില്ലെങ്കിൽ റോഡിൽ മരണങ്ങളുടെ എണ്ണം വല്ലാതെ കൂടും. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. കേരളത്തിൽ ഇന്ത്യയിലൊരു വ്യത്യാസമുണ്ട്. കേരളത്തിൽ ഏറ്റവും കുറച്ച് ലൈസൻസ് ടെസ്റ്റ് പാസ്സാക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇപ്പം 99% ജയിക്കുമായിരുന്നു, 99.9% ജയിക്കുമായിരുന്നു ഒരു ദിവസം.
ഇപ്പോഴങ്ങനെയല്ല, ഇപ്പം 48 മുതൽ 50% ജയിക്കുള്ളൂ. ഒരു ദിവസം 100 പേര് ടെസ്റ്റ് എഴുതിയാൽ അതിൽ 48 പേരോ 50 പേരോ ജയിക്കത്തുള്ളൂ. പിള്ളേർ പിന്നെയും വരണം. വീണ്ടും വരണം. അവർ വളരെ സ്ട്രിക്റ്റ് ആണ് ഇപ്പോൾ. അങ്ങനെ നിസ്സാരമായി കണ്ടുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്നത് നിർത്തിയില്ലെങ്കിൽ നാളെ ഇതുപോലെ അപകട മരണങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. കാരണം വണ്ടി ഓടിക്കാൻ അറിയാത്തവരാണ് പലരും. ഈ അടുത്ത കാലത്ത് മാധ്യമങ്ങൾക്കറിയാം, തിരുവനന്തപുരത്ത് ഇഞ്ചക്കൽ ഒരാൾ കൈതളി 2018 എടുത്ത ലൈസൻസാണ്, കൈതളിയാൻ ഇറങ്ങി ഒരാൾ ഇടിച്ചം കൊന്നു. കൈ തള്ളി ഇറങ്ങിയത് ഇപ്പോഴാണ് ഡ്രൈവിംഗ് പഠിക്കുന്നത്. 2018 ലൈസൻസ് കിട്ടിയ ആളാണ്. പക്ഷേ ഇപ്പോഴാണ് ഡ്രൈവിംഗ് വണ്ടി ഓടിക്കാൻ ഇറങ്ങുന്നത്. ഇറങ്ങിയപ്പോഴത്തേക്കും ഇടിച്ചു, ആൾ മരിച്ചു. ഒരാൾ റോഡേ പോകുന്നവർക്ക് ഇടി കിട്ടിയില്ല. അതുകൊണ്ട് അങ്ങനെ ഇടി കിട്ടണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് പല സമ്മർദ്ദങ്ങളുണ്ടായിട്ടും ഗവൺമെൻറ് അത് വിട്ടുകൊടുത്തില്ല. കാരണം പല സമ്മർദ്ദവും വന്നു. ഡ്രൈവിംഗ് സ്കൂളുകാരെ ഭാഗത്ത് നിന്നൊക്കെ വലിയ സമ്മർദ്ദം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് സമ്മർദ്ദം. പക്ഷേ ആരും മൈൻഡ് ചെയ്യാറില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു നല്ല ലൈസൻസേ കൊടുക്കാവൂ. ആ ഒരൊറ്റ ബലത്തിൽ ഈ കർശനമാക്കിയിരിക്കുകയാണ്. ഈ കമ്പൽസറി ആയിട്ട് ഈ ലൈൻ ട്രാഫിക് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര അത് ഒരു കാരണവശാലും ആരും അതിന്റെ വലിയ കഷ്ടമാണ്. അല്ല, അത് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ തൃശ്ശൂരൊക്കെ റോഡെല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ്. ഒരു ലൈനും ഇല്ലാത്ത നിലയിലേക്ക് ഈ ഹൈവേ ഡ്രൈവിംഗിൽ ഇപ്പോൾ ലൈൻ ട്രാഫിക് പഠിപ്പിക്കുന്നുണ്ട്. KSRTC ഡ്രൈവിംഗ് സ്കൂളുണ്ട്, അവിടെ ലൈൻ ട്രാഫിക് പഠിപ്പിക്കുന്നുണ്ട്. കാരണം ലൈൻ ട്രാഫിക് അറിയില്ല. ലൈനിൽ അങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് ഡ്രൈവർക്ക് അറിയില്ലല്ലോ. വണ്ടി ഓടിക്കുന്ന അറിയില്ല. ഒരു മെയിൻ റോഡിലെ ഒരു ഹൈവേയിലൊക്കെ റൈറ്റ് സൈഡിൽ കൂടെ ഒരു സ്കൂട്ടറൊക്കെ അങ്ങ് പോക്കളെ. സ്കൂട്ടറല്ല, വലിയ വണ്ടികളും പോകും. കയറി പോകുമ്പോൾ സിഗ്നലിട്ട് കയറി പോയിക്കോട്ടെ, പക്ഷേ സിഗ്നൽ പോലും ഇടാതെ തിരിഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് കുഴപ്പമുണ്ടാവുന്നത്. KSRTCയിലെ വെച്ചൊരു പടം ഉണ്ടല്ലോ, കണ്ടില്ല, കയ്യും തലയും പുറത്തിട്ട് അദ്ദേഹം KSRTC ജീവനക്കാരനായിരുന്നു. അങ്ങനെ ചെയ്തതാണ്. ഈ നാടകമായിട്ട് ഭയങ്കര ഹിറ്റായതാണ് കയ്യും തലയും പുറത്തിട്ടത്. അത് ശരിക്കും ഒരു ബസ്സിനകത്ത് ഒരു കഥ പറയാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് അത് വലിയൊരു സ്ക്രിപ്റ്റ് എഴുതി വെക്കുകയും ചെയ്യുന്നു, പുകവലി പാടില്ല, കയ്യും തലയും പുറത്തിടരുത്. അതെ, ഇപ്പൊ കയ്യും തലയൊന്നും പുറത്തിടാൻ പറ്റില്ല. അതുകൊണ്ട് എഴുതി വെക്കേണ്ട കാര്യം എഴുതി വെക്കുന്നത് ഇട്ടാ കുഴപ്പമാണെന്ന് വരുന്നവർക്ക് അറിയാം. അതുകൊണ്ട് കുറച്ചുകൂടി ഒരു ബോധവൽക്കരണം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും താങ്ക് യു രമേശ്. നല്ലൊരു ട്രിപ്പ് വൈകുന്നേരം ഇവിടെ കൂടെ തന്നതിന്. അത് ഈ മുകളിലിരുന്ന് കാണാം ഈ റോഡ്. പലപ്പോഴും നടന്നിട്ടും സൈക്കിൾ ചവിട്ടിയിട്ടും ഒക്കെ ഉള്ള റോഡാണിത് നമ്മുടെ ജീവിതത്തിൽ. അതിങ്ങനെ ഒരു ഭംഗിയായ ഒരു രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റിയത് നന്നായി. നിങ്ങളുടെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി KSRTCക്ക് വേണ്ടി ചെലവഴിച്ചത് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ വിളിച്ചപ്പോൾ എന്തായാലും സമയം തന്നല്ലോ. പ്രിയനൊക്കെ വളരെ തിരക്കാണെന്ന് എനിക്കറിയാം. എന്നാലും ഉണ്ടല്ല, നമ്മ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കേരളത്തിലുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ഏജിലുള്ള ജീവിതത്തിന്റെ ഭാഗമാണ് ആനവണ്ടി. ആനവണ്ടി ഇല്ലാതെ ഒന്നും നടക്കില്ല. കേരളം സ്റ്റില്ലായിരുന്നു. പക്ഷെ എസ്പെഷ്യലി തിരുവനന്തപുരം എന്നുവെച്ചാൽ ഇവിടെ പ്രൈവറ്റ് ബസ് പോലും ഇല്ലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് KSRTC. അത് ഇങ്ങനെ ഭംഗിയായിട്ട് വരുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ എക്സ്പോ ഉണ്ട്. നമ്മുടെ 22-ാം തീയതി മുതൽ എല്ലാ വാഹനങ്ങളുടെ ഒരു എക്സ്പോ ഉണ്ട്. KSRTC സംഘടിപ്പിക്കുന്ന, കേരളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു എക്സ്പോ നടത്തുന്നത്. നമ്മൾ ഈ KSRTCക്ക് വരുന്ന വണ്ടികൾ, വെറൈറ്റി വണ്ടികളുണ്ട്. അത് കൂടാതെ മറ്റ് വാഹനങ്ങൾ നിർമ്മാതാക്കളുടെ വണ്ടികളും എല്ലാം വെച്ചുകൊണ്ടുള്ള ഈ ഓട്ടോമൊബൈലുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും വരുന്ന ഒരു എക്സ്പോ 3 ദിവസം 22 എല്ലാവർക്കും സൗജന്യമാണ് പ്രവേശനം. വൈകിട്ട് കലാപരിപാടിയുണ്ട്. KSRTC ജീവനക്കാരുടെ തന്നെ കലാപരിപാടിയാണ്. വെള്ളിയാഴ്ച തുടങ്ങുന്ന ദിവസം ഈവനിങ് പ്രോഗ്രാം. KSRTC ജീവനക്കാരും അവരുടെ മക്കളും അവരുടെ കുടുംബാംഗങ്ങളും അവർ പെർഫോം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഫസ്റ്റ് ഡേ. പിന്നെ 2 ദിവസം വേറെ പ്രോഗ്രാമുകളുണ്ട്. അത് ശനി ഞായറുമായിട്ട് പ്രോഗ്രാം. എല്ലാ ദിവസവും രാവിലെ മുതൽ ഈ പ്രദർശനമുണ്ട്. രസകരമായ ഒരുപാട് പൗലിയൻ കാണാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. KSRTC CMD അത് ഉടനെ നേതൃത്വം കൊടുത്ത എല്ലാ KSRTC ജീവനക്കാരൊന്നടങ്കം ഇതൊരു ഈ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം KSRTCയുടെ ഒരു പുതിയ തുടക്കമാണ് ആയിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. KSRTCയോട് അകന്നു പോയവർ KSRTCയിൽ ഈ കൊറോണ കാലത്ത് ഒരുപാട് ആൾക്കാർ അകന്നു പോയി. അവരെ KSRTCയിലേക്ക് കൊണ്ടുവരും. അത് നമ്മളെന്താ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതെല്ലാവർക്കും ഒരു താല്പര്യം വരും. നിങ്ങളൊക്കെ പങ്കെടുത്തു, KSRTC പറ്റി നല്ല ആനവണ്ടി. ആ ആനവണ്ടി ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല സെറ്റപ്പിലാണെന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. വിളിച്ച് കയറ്റിയിട്ട് മൂട്ട കടിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ആളുകളെ വിളിച്ച് കയറ്റുമ്പോൾ അവരതിലേക്ക് വരുമ്പോൾ അവർക്ക് ഏറ്റവും നല്ല സൗകര്യം കൊടുക്കാനാണ് ഇപ്പം KSRTC നോക്കുന്നത്. പരമാവധി നല്ല വണ്ടികൾ, അങ്ങ് ഗ്രാമപ്രദേശങ്ങളിൽ ഓടുന്ന വണ്ടി മുതൽ ഏറ്റവും ഹയർ ക്ലാസ് വരെയുള്ള എല്ലാ വണ്ടികളും മാറ്റുകയാണ്. എല്ലാ വണ്ടികളും മാറ്റുകയാണ്. KSRTC പിന്നെ എഞ്ചിനീയർമാരും വർക്ക്ഷോപ്പിലുള്ളവരൊക്കെ വളരെ അധ്വാനിക്കുന്നവരാണ്. കാരണം 1200 വണ്ടിയാണ്. ഞാൻ മന്ത്രിയായിട്ട് വരുമ്പോൾ, ശ്രീ പ്രമോദ് ശങ്കർ MD ആയിട്ട് വരുമ്പോൾ
വർക്ക്ഷോപ്പിൽ ഒരു ദിവസം കിടക്കും. പോലീസ് സ്റ്റേഷനിലും വർക്ക്ഷോപ്പിലുമായി, കോടതിയിലും പോലീസ് സ്റ്റേഷനിലും വർക്ക്ഷോപ്പിലുമായിട്ട് 1200 വണ്ടിയാണ്. ഇന്നലെ 457 വണ്ടി മാത്രമേ വർക്ക്ഷോപ്പിൽ കിടത്തുള്ളൂ. ബാക്കി വണ്ടി മുഴുവൻ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഓടിക്കുന്നതുകൊണ്ട് ഓടിക്കാത്ത ഇട്ടിട്ടുണ്ട്. ഓടിക്കാതെ ഏതാണ്ട് 400-ലധികം വണ്ടികൾ നമ്മൾ ഒതുക്കിയിട്ടിട്ടുണ്ട്. റണ്ണിങ് കണ്ടീഷനായിട്ട് സ്റ്റാൻഡ് ബൈ ആയി നമ്മുടെ കയ്യിലുണ്ട്. ഓർഡിനറി ബസ്സുകൾ എല്ലാം 400 വണ്ടിയുടെ മേലെ നമ്മുടെ കയ്യിൽ ഇപ്പം നമ്മൾ ഓടിക്കാതിട്ടുണ്ട്, സ്പെയർ ബസ്സായി. അതുകൊണ്ട് നമ്മൾ ആ ഒരു KSRTCയുടെ എഫിഷ്യൻസി വർദ്ധിച്ചു എന്നുള്ളത് വളരെ പ്രധാനം. നമ്മൾ KSRTCയുടെ വർക്ക്ഷോപ്പുകളെല്ലാം എയർ കണ്ടീഷൻ ചെയ്യും. ജീവനക്കാർ കിടക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ ഞങ്ങൾ എയർ കണ്ടീഷൻ ചെയ്യും. രാത്രി വന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ പ്രധാന സ്റ്റേഷനുകളിലെല്ലാം, തിരുവനന്തപുരത്ത് പാപ്പനംകോട് വന്നു, കോഴിക്കോട് പിന്നെ പാലക്കാട് വന്നു, ഇവിടെ എല്ലാം ജീവനക്കാർ വന്ന് കിടക്കുന്ന വിശ്രമിക്കുന്ന സ്ഥലങ്ങൾ എയർ കണ്ടീഷൻ ആക്കുക. ഓരോന്നോരോന്നായിട്ട് സ്പോൺസർമാരെ സംഘടിപ്പിച്ചൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാൽ അവർ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വിശ്രമം, നന്നായി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ അപകടങ്ങൾ കുറയും എന്നുള്ളത് കൊണ്ടാണ് എല്ലാം സ്ഥലം. ഇനി എല്ലാം സോളാർ എനർജിയിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ KSRTC കറണ്ട് ചാർജ് വല്ലാതെ കുറയും. അതിനുള്ള പണം നമ്മുടെ ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യുന്നത്. വരുന്ന മുറയ്ക്ക് അത് ചെയ്യും. ഓരോ ബസ് സ്റ്റേഷനും ഒരു സോളാറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഗുണം കിട്ടും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് പറയുന്നത്? ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇത് ചെറിയ അച്ചീവ്മെന്റ് ഒന്നും അല്ല.